ഈ മൂർത്തികളെ കാണുന്നത് പോലെയല്ല മഹാദേവനെ കാണുന്നത്. മഹാദേവനെ കാണാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ്. എനർജിയെ കൂട്ടാമെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഈ നമ്മൾ ഈ ശിവരാത്രി ദിവസങ്ങളിൽ ശിവോഹം പ്രൊട്ടക്ഷൻ എടുത്തവർക്ക് എനർജി മനസ്സിലാവും. ശിവരാത്രി തുടങ്ങുന്നതിന് ഒരു 7 ദിവസം മുൻപ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും. 7ാമത്തെ ദിവസം ശിവരാത്രി ആയിരിക്കും. അന്നത്തെ ഹോൾ നൈറ്റ് നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യും. നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് എനർജി മനസ്സിലാക്കാം. എനർജി മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങളെന്നെ ശിവരാത്രി ദിവസങ്ങളിൽ രാവിലെ സിമ്പിളായിട്ട് ചെയ്യുന്ന മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 7 ദിവസം മുൻപോ തലേ ദിവസമോ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ ശിവനേത്രത്തിൽ ഫോക്കസ് ചെയ്തിരിക്കുക, കണ്ണടയ്ക്കുക, പൂർണ്ണമായിട്ടും ഈ ചൂണ്ടുവിരൽ കൊണ്ട് ആ ബിന്ദുവിൽ ടച്ച് ചെയ്യാൻ ശ്രമിക്കുക. പ്രതിഭട്ട നമസ്കാരം. നമസ്തേ ചേട്ടാ, ശിവരാത്രി വരാൻ പോവുകയാണ്. എനിക്ക് തോന്നുന്നു പ്രതിഭട്ടനെ സംബന്ധിച്ച് ശിവോഹം പ്രൊട്ടക്ഷൻ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പ്രതിഭട്ടം കൊടുത്തുള്ള ദീക്ഷ ശിവോഹം പ്രൊട്ടക്ഷനാണ്. ശിവനുമായിട്ട് അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ശിവൻ്റെ വിധാനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പൂജാവിധാനങ്ങൾ, അതിൻ്റെ മന്ത്രദീക്ഷ, അങ്ങനെ ഒരുപാട് ശിവൻ്റെ പ്രൊട്ടക്ഷൻ ആണെങ്കിലും ഹീലിംഗ് ആണെങ്കിലും ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് പ്രതിഭട്ടൻ. ഈ ശിവരാത്രി എന്ന് പറയുന്ന ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങൾ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഭാരതത്തിൻ്റെ ഒരു ആഘോഷ സംവിധാനത്തിനുള്ള ഒരു ഉത്സവം തന്നെയാണ്. അപ്പോൾ കൂടുതൽ എനർജി ഉണ്ടാകാൻ അല്ലെങ്കിൽ ഒരു ശക്തി ഉണ്ടാകാൻ ശിവരാത്രിയിൽ നമുക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള പൂജകളോ വിധാനങ്ങളോ അല്ലെങ്കിൽ മന്ത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? രാഹുലെ, ഈ ശിവരാത്രി ദിവസം നമ്മൾ വ്രതമൊഴിച്ച് നോർമലി പല കാര്യങ്ങൾ ആൾക്കാർ ചെയ്യുന്ന ഒരുപാട് എന്താ പറയുക സംഭവങ്ങൾ ഫോളോ ചെയ്യാറുണ്ട്. വ്രതമെടുക്കാറുണ്ട്, ഓം നമഃ ശിവായ എഴുതാറുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ 2 ദിവസം മുൻപേ ഇവർ ഉറക്കമൊഴിഞ്ഞ്, ചില ആൾക്കാർ ശിവരാത്രി ദിവസം മാത്രമായിരിക്കും ഉറക്കമൊഴിഞ്ഞെടുക്കുക. കുറച്ച് പേര് 2 ദിവസം മുൻപേ പൂർണ്ണ വ്രതത്തോടു കൂടി അല്ലെങ്കിൽ 7 ദിവസം വ്രതത്തോടു കൂടി ഈ ഉറക്കം പോലും വളരെ കുറച്ചുകൊണ്ട് മഹാദേവന് വേണ്ടി, പരമശിവന് വേണ്ടി അവർ അർപ്പിക്കുന്നുണ്ട്. ആ ഒരു ത്യാഗ മനോഭാവത്തിൻ്റെ അർപ്പണം അവർക്ക് ഭയങ്കര എനർജി കിട്ടുന്നുണ്ട്. ഇതെല്ലാം നോർമലി കാലാകാലങ്ങളായി നമ്മൾ ചെയ്തു വരുന്ന സംഭവങ്ങളാണ്. പിന്നെ ഈ ശിവോഹം പ്രൊട്ടക്ഷൻ എടുത്തവർക്ക് അവരുടെ എനർജി അറിയാൻ പറ്റും. ഇന്നിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏത് പ്രേക്ഷകരോട് ചോദിച്ചാലും ശിവോഹം എടുത്തവർക്ക് 100% റിസൾട്ട് എല്ലാവർക്കും ഉണ്ട്. ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പല ഡയമെൻഷൻസിലാണ് റിസൾട്ട് വരുന്നത്. ചില ആൾക്കാർക്ക് ഫ്രിക്ഷൻ മാത്രമായിരിക്കും, ചിലവർക്ക് വൈബ്രേഷൻ മാത്രമായിരിക്കും, ചിലർക്ക് ബോഡിയിൽ എനർജി അറിയാൻ പറ്റുന്നുണ്ട്. ടോട്ടലി അവരുടെ ലൈഫ് ചേഞ്ചായ ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് തന്നെ അറിയാം, പല പ്രശ്നങ്ങളിൽ നിന്ന ആൾക്കാർ ഈ ശിവോഹത്തിൽ വന്നതിന് ശേഷം ഇവർക്ക് അക്സെപ്റ്റൻസ് വരികയും റിജക്ഷൻസ് കുറയുകയും ചെയ്തു. ലൈഫിലൊരു ടേണിംഗ് പോയിൻ്റ്. അത് നമ്മുടെ കഴിവല്ല, നമ്മളൊരു മീഡിയമാണ്. മഹാദേവൻ്റെ ബ്ലെസ്സിങ്സ് അവർക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് അവർ ശിവോഹത്തിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ ശിവരാത്രിയെ സംബന്ധിച്ച് ശിവരാത്രിയിൽ ഉറങ്ങാതിരിക്കണം. ഞാൻ പണ്ട് വിചാരിച്ചിരുന്നത് ശിവരാത്രിയിൽ ഉറങ്ങാതിരിക്കുന്നത് ശിവനെ കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് കഥകൾ കേട്ടു തുടങ്ങിയപ്പോൾ ശിവൻ്റെ ഖണ്ഡത്തിൽ വിഷം കുടിക്കുകയും അത് പാർവതി ഇങ്ങനെ പിടിച്ചു വെക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ്. അതുകൊണ്ട് ആ രാത്രിയിൽ ശിവനും ഉറങ്ങിയില്ല, പാർവതിയും ഉറങ്ങിയില്ല എന്ന് ഉള്ള സങ്കല്പത്തിൽ നമ്മൾ ശിവരാത്രിക്ക് ഇരിക്കുന്നു. അങ്ങനെയും കേട്ടിട്ടുണ്ട്. മറ്റെന്തെങ്കിലും വർഷമുണ്ടോ? ബേസിക്കലി ഒരു ഐതിഹ്യം നമ്മൾ പഠിച്ചത് എന്താണ്, അതായത് പാലാഴി മദനത്തിനായി പോകുന്ന സമയത്ത് കാളകൂടം വിഷം പരമശിവൻ കഴിക്കുകയും പാർവതി ദേവി കണ്ടനാളത്തിൽ പിടിക്കുകയും, ഇങ്ങനെ പല കഥകൾ, പല ഐതിഹ്യങ്ങൾ കേൾക്കുന്നുണ്ട് അല്ലേ. പക്ഷേ ഇതാണ് നമ്മൾ കാലാകാലങ്ങൾ കൊണ്ട് വിശ്വസിക്കുന്നതും. ഭഗവാൻ അന്നൊരു ദിവസം നമുക്ക് വേണ്ടി ഉണർന്നിരിക്കുക അല്ലേ. പക്ഷെ അങ്ങനെയാണോ? ഭഗവാൻ എല്ലാ സമയത്തും ഉണർന്നിരിക്കുകയല്ലേ ചെയ്യുന്നത്. എല്ലാ സമയങ്ങളിലും ഭഗവാന് ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ഓരോ മൂമെൻറ്റ്സും, നമ്മൾ ചെയ്യാൻ പോകുന്ന ഓരോ കാര്യങ്ങളും ഈ മഹാദേവൻ ഭൂമിയിൽ അല്ലെങ്കിൽ മഹാദേവൻ ഓരോ സ്ഥലങ്ങളിലും ഇറങ്ങിപ്പോയി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത സമയങ്ങളിൽ ഒരുപാട് സിദ്ധന്മാരുണ്ട്. അതിലൊരാളാണ് അഗസ്ത്യ മഹർഷി അല്ലേ. അഗസ്ത്യ മഹർഷിയെ നമ്മൾ ഏത് ജനറേഷനിലും കേൾക്കുന്നുണ്ട്. നമ്മുടെ ജനറേഷനിലുണ്ട്, നമ്മുടെ അച്ഛൻ അപ്പൂപ്പന്മാരുടെ ജനറേഷനിലുണ്ട്, ഇൻ ബിറ്റ്വീനുള്ള പല ജനറേഷനിലും പല സ്ഥലങ്ങളിലും പല ബുക്കുകളിൽ പോലും പ്രതിപാദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് ഈ അഗസ്ത്യ മഹർഷി അപ്പോഴേ ഉണ്ടോ? അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ പല സമയങ്ങളിലും പല പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ മഹാദേവന് പകരം എത്തുന്ന ഒരു പരമഗുരുവായ ഒരു സിദ്ധനാണ്. അപ്പോൾ ഈ പറയുന്ന ശിവരാത്രിയുടെ കഥയും ഐതിഹ്യം അവിടെ ഇരിക്കട്ടെ, നമുക്ക് എങ്ങനെ എനർജിയെ കൂട്ടാമെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ശിവരാത്രി ദിവസങ്ങളിൽ ശിവോഹം പ്രൊട്ടക്ഷൻ എടുത്തവർക്ക് എനർജി മനസ്സിലാവും. ശിവോഹം പ്രൊട്ടക്ഷൻ
എടുക്കാത്തവർക്ക് എനർജിക്ക് ചിലപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേരിയേഷൻ അറിയാൻ പറ്റണമെന്നില്ല. ഈ എടുത്തവർക്ക് ആദ്യത്തെ ഒരു 7 ദിവസം കൊടുക്കുന്നൊരു മെട്രിക്സ് ഉണ്ട്. ഈ മെട്രിക്സ്, അതായത് ഓം ശിവോഹോം ഓം നമഃശിവായ എഴുതാൻ പറയുന്നൊരു മെട്രിക്സ് ഉണ്ട്. ആ ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലുള്ള നമ്പേഴ്സാണ്. ആ എഴുതി ഒരു ഹാർഡ് കോപ്പി അവരുടെ വീട്ടിലുണ്ടായിരിക്കും. അതിനെ അടുത്തുള്ള ഏതെങ്കിലും മഹാദേവ ക്ഷേത്രത്തിൽ ഒരു പേപ്പറിൽ ചുരുട്ടി ഒരു മാലയായിട്ട് കെട്ടി സമർപ്പണം ചെയ്യാം. കാരണം നമ്മൾ ഒരു പ്രാവശ്യം ഓം നമഃശിവായ എന്ന് ജപിക്കുമ്പോൾ ഭൂതഗണങ്ങൾ ഓടി വരികയാണ്, അല്ലേ? അതെല്ലാവർക്കും അറിയാനുള്ള സംഭവം തന്നെയാണ്. ഈ ദിവസങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം എന്താണ്? നമ്മുടെ ഊർജ്ജത്തിനെ, പ്രാണ ഊർജ്ജത്തിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോവുക. ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴോ വേറെ പല സംഭവങ്ങൾ നടക്കുമ്പോഴോ ചില ആൾക്കാർ പറയും ഭയങ്കര തലവേദനയാണ്, എനർജി ഇല്ല, എനിക്ക് ഭയങ്കര വേദനയാണ്. ഇതിനൊക്കെ ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. ശിവനേത്രം, നമുക്ക് എല്ലാവർക്കും അറിയാം, തൃക്കണ്ണെന്ന് പറയും. മൂന്നാം കണ്ണ് എല്ലാവർക്കും ഉണ്ട്. അതായത് പഴയ താന്ത്രികപരമായിട്ടുള്ള രീതിയിൽ പോലും എല്ലാവരും പറയുന്നത് നിങ്ങളുടെ മൂന്നാം കണ്ണിനെ ഉണർത്തിക്കഴിഞ്ഞാൽ നിങ്ങളൊന്നും അറിയണ്ടെന്ന്. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും ഇതെങ്ങനെയാണ് ഈ മൂന്നാം കണ്ണിനെ ഉണർത്തുക? ഒരുപാട് സംശയം വരും. നമ്മുടെ ശ്രദ്ധയാണ് മൂന്നാം കണ്ണിൻ്റെ ആഹാരം എന്ന് പറയുന്നത്. ശ്രദ്ധ. ഈ ശ്രദ്ധ എന്ന് മനസ്സിലാക്കുന്നോ അന്ന് മുതൽ ശരിക്കും മൂന്നാം കണ്ണിന് ആഹാരം അതാണ്. നമ്മൾ ഒരിക്കൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഹോൾ ലൈഫ് നമ്മൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കും. വെറുതെ കണ്ണടച്ചിട്ട് ഇതിന് വേറെ ഒരിടത്തും പോയി വലിയ പേയ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമോ നമ്മൾക്ക് അതിനുവേണ്ടി വേറെ ഒന്നും ത്യജിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിളായി കണ്ണടച്ചിരിക്കുക, പുരികത്തിൻ്റെ മധ്യത്തിൽ ആജ്ഞാചക്രത്തിൽ. അതായത് നമ്മുടെ ഈ ബിന്ദുവിനെ തൊട്ടറിയുക എന്നുള്ളതാണ്. പലർക്കും അറിയാം അവിടെ ഉണ്ടെന്ന്, പക്ഷേ ആരും ആ ഒരു കുറച്ച് ദിവസത്തേക്ക് ചെയ്യും. കുറച്ച് സമയങ്ങളിൽ ഈ 2 പുരികത്തിൻ്റെ മധ്യത്തിലും ഉള്ള ആ ഒരു ബിന്ദുവിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക കണ്ണടച്ചതിന് ശേഷം. അവിടുത്തെ ഈ പറയുന്ന മൂന്നാം കണ്ണിനെ ഉണർത്താൻ വേണ്ടി നിങ്ങൾ പൂർണ്ണമായിട്ടും ശ്രദ്ധ അതിൽ കൊടുത്തിരിക്കുക. അത് ഏറ്റവും കൂടുതൽ ഇപ്പം ഞാനും ഈ മെസ്മറിസവും ഹിപ്നോട്ടിസം സംഭവങ്ങളൊക്കെ മുൻപ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഈ പല ഓർഗനൈസേഷനുമായിട്ടും പല പ്രോഗ്രാംസായിട്ടും. അപ്പോൾ നമ്മൾ ഒരാൾക്കൊരു സംഭവം വിഷ്വലൈസ് ചെയ്യാൻ പറയുന്ന സമയത്ത് ഇവർ വിഷ്വൽ ചെയ്യും. വളരെ പെട്ടെന്ന് നമ്മൾ പറയുന്ന കമൻറ്റ് ഇവർ ഫോളോ ചെയ്യും. കാരണം ഒരു സമയത്തിന് മേലിൽ ഇവരുടെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അടുത്ത ലെവലിൽ പോകുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് ഫോളോ ചെയ്യും. കാരണം നമ്മൾ ഗാഢമായ നിദ്രയിലേക്ക് പോകും. അതുപോലെ ഈ കണ്ണടച്ച് വെറുതെ ഇരിക്കുക, ഒരു സൈലൻ്റ് ആയിട്ടുള്ള സ്പേസിൽ ഇരുന്നിട്ട് കുറച്ച് സമയം ഇരിക്കുക. ഇനിയിപ്പോൾ ഈവൻ നിങ്ങൾക്ക് എന്തെങ്കിലും ബോഡിയിൽ എന്തെങ്കിലും പെയിൻ ഉണ്ടെന്ന് വിചാരിച്ചോ, ഡോക്ടറെ കാണണ്ട എന്നുള്ളതല്ല സ്റ്റേറ്റ്മെൻറ്റ്. അല്ലെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്, സ്ട്രെസ്സ് കൂടുതലാണെങ്കിൽ ഈ ശിവരാത്രി സമയത്ത് അത്രയും ഹൈ എനർജി നിൽക്കുന്ന ഫ്രീക്വൻസി ഭയങ്കര കൂടുതലാണ്. ഈ സമയം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ശിവരാത്രി തുടങ്ങുന്നതിന് ഒരു 7 ദിവസം മുൻപ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യൂ. 7ാമത്തെ ദിവസം ശിവരാത്രി ആയിരിക്കണം. അന്നത്തെ ഹോൾ നൈറ്റ് നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യും. നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് എനർജി മനസ്സിലാക്കാൻ പറ്റും. എനർജി മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കൂ. ശിവരാത്രിയിൽ നമുക്ക് ശിവനെ കാണാൻ പറ്റുമോ? ശിവനെ ആർക്കാണ് കാണാൻ പറ്റാത്തത്? ശിവഭഗവാനെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഗുരുക്കന്മാരുമായിട്ട്, ഇപ്പോൾ ഈവൻ തസ്മൈ ഗുരുജിയായിട്ടും പറയുന്നു ശിവഭഗവാനെ കാണാൻ പറ്റുമെന്നുള്ളത്. പക്ഷേ ഇതെല്ലാം ഒരു ഇല്യൂഷനായിട്ടാണ് പലർക്കും തോന്നുക. ഇപ്പം നമ്മളൊരാൾ ശിവനെ കണ്ടു അല്ലെങ്കിൽ കൃഷ്ണനെ കണ്ടു എന്ന് പറയുമ്പോൾ പലരും പറയാം അത് ഇല്യൂഷനാണെന്ന് പറയും. പക്ഷേ ശിവഭഗവാനെ കാണാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. എല്ലാവർക്കും കാണാൻ പറ്റണമെന്നില്ല. അവരുടെ ബോഡി, അവരുടെ ശരീരത്തിലെ ഊർജ്ജത്തെ പ്രാപഞ്ചിക ഊർജ്ജവുമായി അത്രയും അടുത്ത തലങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ ഭഗവാനെ കാണുന്ന പല സിമ്പിൾസ് കിട്ടും. ഇന്ന് ശിവോഹം പ്രാക്ടീസ് ചെയ്യുന്ന മെജോറിറ്റി ആൾക്കാർക്കും കിട്ടുന്നത് ദശനാദങ്ങളിൽ കേൾക്കുന്ന നാദങ്ങളാണ്. കടലരമ്പുന്ന സൗണ്ട് കേൾക്കാറുണ്ട്, മണിയുടെ സൗണ്ട് കേൾക്കാറുണ്ട്, കണ്ടുകൊണ്ടിരിക്കുന്നവർക്കറിയാം. പിന്നെ ഈ മുരശിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കാറുണ്ട്, പിന്നെ മണിനാദം കേൾക്കാറുണ്ട്. അതിന് പുറമെ ഈ ശിവൻ്റെ നമ്മുടെ ഇതില്ലേ ഡമരു കാണുന്നവരുണ്ട്. പിന്നെ എത്രയോ പേര് എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് രാവിലെ ഞാൻ ഭഗവാനെ കണ്ടു. അപ്പം ഞാൻ പറയും നിങ്ങൾക്ക് തോന്നലാണെന്ന് പറയും. ഞാൻ അവരെ ആദ്യം അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം ഇത് നമ്മളാരും അല്ലല്ലോ, നമ്മളൊരു മീഡിയം മാത്രമാണ്. നമ്മൾക്ക് തന്നെ കാണാൻ പറ്റുമെന്ന് രാവിലെ നമ്മൾ ഭഗവാനെ എന്ന് ചോദിച്ചിട്ടാണ് ഉണരുന്നത് തന്നെ, ഒന്ന് കാണാൻ പറ്റണേ. പക്ഷെ ഭഗവാനെ കാണുക അത്ര ഈസി അല്ല. പക്ഷേ ഒരു ഇല്യൂഷൻസ് നമുക്ക് കിട്ടും. അതിനുമപ്പുറം പല നാദങ്ങളും പല ശബ്ദങ്ങളും അല്ലെങ്കിൽ പല രീതിയിലുള്ള ഇൻഡിക്കേഷൻസും നമുക്ക് യൂണിവേഴ്സിൽ നിന്ന് കിട്ടും. ശിവനെയാണ് നമുക്ക് ഇല്യൂഷൻസ് ഉണ്ട്, നമ്മൾ പല കാണുന്നത് ഹാലൂസിനേഷൻ ആയിരിക്കുമെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇത് യഥാർത്ഥ ശിവനാണ് ഞാൻ കണ്ടത്, അങ്ങനെ ഉറപ്പിക്കാൻ എന്തെങ്കിലും വഴി? ഒരു ക്ലയൻറ്റിൻ്റെ ഇൻ്റർവ്യൂ, ക്ലയൻറ്റ് എന്നെ കോൾ ചെയ്തു. ശിവോഹം എടുത്ത് ഒരു 4 days കഴിഞ്ഞപ്പോൾ കോൾ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു 7 days കഴിഞ്ഞല്ലേ എന്നെ വിളിക്കാൻ പറഞ്ഞത്. വേറെ ഒന്നുമില്ല, ഒരുപാട് പേരുടെ കോൾ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വീണ്ടും ഒരു കോൾ കയറി വന്നാൽ അപ്പോൾ അല്ല സാർ ഒരു കേസ് ഒരു അർജൻറ്റ് മാറ്റർ പറയാനാണ്, ഞാൻ പറയൂ എന്ന് പറഞ്ഞു.
ഇന്നലെ രാത്രി ഭഗവാൻ എൻ്റെ അടുത്ത് വന്നിരുന്നു എന്ന് പറഞ്ഞു. അവരുടെ പേര് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. സ്ഥലം ആലപ്പിയാണ്. ഒരു വളരെ പ്രസിദ്ധമായൊരു ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്ന ഒരാളാണ്. ആർക്കെങ്കിലും സംസാരിക്കണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പെർമിഷൻ ചോദിച്ചിട്ട് നമ്പർ തരാം, സംസാരിക്കൂ. ഈ ശിവോഹത്തിൽ വന്നതിന് ശേഷം ഇങ്ങനെ പറഞ്ഞ ഒരുപാട് പേരുണ്ട്. അതിൽ റീസെൻ്റ് നടന്ന സംഭവമാണ്. ഇവരുടെ ശരീരത്തിൽ ഏതൊക്കെ ഭാഗത്ത് നമ്മുടെ തൃശ്ശൂലമൊക്കെ ടാറ്റു ചെയ്തിട്ടുണ്ട്. ഭയങ്കരമായ ശിവഭക്തയാണ്. രാവിലെ ശിവഭഗവാനെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇല്യൂഷനാണെന്ന് പറഞ്ഞു. ശരി, ആയിക്കോട്ടെ. അത് കഴിഞ്ഞ് വീണ്ടും എന്നെ വിളിച്ചു. സർ, രാത്രി ഉറങ്ങുന്ന സമയത്ത് ചെയറിൽ വന്നിരുന്നു. അപ്പോൾ ഞാൻ ഇല്യൂഷൻ അല്ലേ, ശിവഭഗവാനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? നമ്മൾ ഈ പടത്തിൽ കാണുന്നതൊന്നും അല്ലല്ലോ രൂപം, അല്ലേ? അപ്പോൾ പറഞ്ഞു, പൂർണ്ണമായിട്ട് അയാൾ വിവരിച്ചു തന്നു. മുടി പൂർണ്ണമായിട്ട് അഴിച്ചിട്ടതും ഇങ്ങനെ ഓരോ സംഭവങ്ങൾ വിവരിച്ചു. മേ ബി അവരുടെ ഇല്യൂഷൻസ് ആയിരിക്കാം. പക്ഷേ ഒരാൾ മാത്രമല്ല രാഹുലെ പറയുന്നത്, ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ പറയുമ്പോൾ എങ്ങനെ ഇല്യൂഷൻസ് ആവുമെന്നുള്ളത് എനിക്കൊരു വണ്ടറിങ് ആണ്. ഞാനിത് എൻ്റെ ഗുരുക്കന്മാരോട് ചോദിച്ചു. അപ്പോൾ കറക്റ്റ് സോൾ, അതായത് നല്ല സോൾ ആണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡായിട്ടുള്ള സോളാണ്, അവരുടെ ജപം, അവരുടെ ഉപാസന നല്ല ലെവലിൽ നിൽക്കുന്നവരാണെങ്കിൽ പല മൂർത്തികളെയും കാണുന്നുണ്ട്. പല മൂർത്തികളെയും പലരും കാണുന്നുണ്ട്. ഇപ്പോൾ ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷേ മൂർത്തികളെ കണ്ടാൽ അവിടെ വെച്ച് നമ്മൾ മൂർത്തികളെ കണ്ട് തീരുക എന്നുള്ളതല്ലല്ലോ. നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകണം. അതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. പക്ഷേ ഈ മൂർത്തികളെ കാണുന്നത് പോലെയല്ല മഹാദേവനെ കാണുന്നത്. മഹാദേവനെ കാണാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഇങ്ങനെ ഒരുപാട് പേര്, ഇപ്പം രാഹുൽ ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ ഞാൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇവർ കണ്ടത് ഒറിജിനലാണോ? പക്ഷേ ഒരാളല്ല പറയുന്നത്, ഒരുപാട് പേര് പറയുന്നുണ്ട്. ശിവഭഗവാനെ കാണാൻ പറ്റും പൂർണ്ണമായിട്ട് നിങ്ങൾ ധ്യാനിക്കുകയാണെങ്കിൽ. എസ്പെഷ്യലി ഓംകാര ധ്യാനമോ അല്ലെങ്കിൽ വെറുതെ ഓം നമ ശിവായ 1,00,000 ഉരു കഴിഞ്ഞ എത്രയോ ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട്. 75-നും 80-നും വയസ്സിടയിലുള്ള പ്രായമായ അമ്മമാർ വരെ ശിവോഹം പ്രാക്ടീസ് ചെയ്തിട്ട് ഈ 1,00,000 നേരത്തെ ഓം നമ ശിവായ ജപിച്ചവരാണ്. അപ്പോൾ അവർക്ക് എനർജി ഭയങ്കര കൂടുതലാണ്. അവരോട് നമ്മൾ ജസ്റ്റ് ഈ സംഭവം പറയുമ്പോൾ അവർ ചെയ്തിട്ട് പറയുന്നത്, ഞാൻ ഭഗവാനെ കണ്ടു എന്നാണ് പറയുന്നത്. ഭഗവാനെ കാണാൻ പറ്റും, കാണാൻ പറ്റില്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ എല്ലാവർക്കും കാണാൻ പറ്റണമെന്നില്ല. കണ്ടു കഴിഞ്ഞാൽ ചിലവർക്ക് ആ ഒരു എനർജിയെ താങ്ങാൻ പറ്റണമെന്നില്ല. ഇപ്പം സിമ്പിൾ എക്സാമ്പിളാണ് ഭദ്രാളിയമ്മ ഉപാസിക്കുന്ന ഒരുപാട് ആൾക്കാർ. ഭദ്രാളിയമ്മ ഉപാസിക്കുമ്പോൾ കാളി ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പോൾ ചിലർക്ക് താങ്ങാൻ പറ്റണമെന്നില്ല. നമ്മുടെ ബോഡിക്ക് അതൊന്നും താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണമെന്നില്ല. ഈ വളരെ ഈസി ആയിട്ട് പലരും പറയുന്നുണ്ട്, ഞാൻ ലളിതാംബിക ഉപാസകനാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഞാൻ ഈ ദീക്ഷ എടുത്തിട്ടുണ്ട്, ആ ദീക്ഷ എടുത്തിട്ടുണ്ട്. ചില ദീക്ഷകൾ എടുക്കുന്ന സമയത്ത് കിട്ടുന്ന എനർജി ഹ്യൂജ് എനർജി ആയിരിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ എനർജി പോയി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് കണ്ടു കഴിഞ്ഞാൽ കാണാൻ പറ്റണമെന്നില്ല. മഹാദേവനെ കാണണമെന്നുണ്ടെങ്കിൽ 1-2 വഴികളുണ്ട്. ഒന്ന്, സ്ഥിരം ജപവും ഉപാസനയുമായിരിക്കുന്ന ഒരാൾക്ക് ഭഗവാനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ നിങ്ങൾക്കൊരു ഒന്നുകിൽ പ്രസൻസ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇൻഡിക്കേഷൻ തരും. പല രീതിയിലുള്ള ഇൻഡിക്കേഷൻസ് ഉണ്ട്. അതിൽ ശിവോഹത്തിൽ വന്ന ഒരുപാട് പേർക്ക് അറിയാനുള്ള കാര്യങ്ങളാണ്. ഈ എനർജി കൂട്ടാൻ ഈ ശിവരാത്രി ദിവസങ്ങളിൽ രാഹുലെ സിമ്പിളായിട്ട് ചെയ്യേണ്ട മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 7 ദിവസം മുൻപോ തലേ ദിവസമോ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ ശിവനേത്രത്തിൽ ഫോക്കസ് ചെയ്തിരിക്കുക, കണ്ണടയ്ക്കുക. പൂർണ്ണമായിട്ടും ഈ ചൂണ്ടുവിരൽ കൊണ്ട് ആ ബിന്ദുവിൽ ടച്ച് ചെയ്യാൻ ശ്രമിക്കുക. ബിന്ദുവിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് കുറച്ച് സമയം കണ്ണടച്ചിരിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം നമ്മൾ അടുത്ത ലൈനപ്പിലേക്ക് പോകും. അടുത്ത ലെവലിലേക്ക് പോകുന്ന സമയത്ത് വിരൽ കൊണ്ട് ചെറുതായിട്ട് ടച്ച് ചെയ്യുക. അപ്പം നമ്മുടെ ബോഡിക്ക് വല്ലാത്തൊരു ഫീൽ കിട്ടും. ഇത് കഴിഞ്ഞിട്ട് ഡീപ്പ് ബ്രീത്ത് എടുക്കുക. ഡീപ്പ് ബ്രീത്ത് എടുക്കാൻ പറയുന്ന ഒരു ടെക്നിക്കൊന്നുമല്ല, ഒറ്റ പ്രാവശ്യം ശ്വാസം ഭയങ്കരമായി ഡീപ്പ് ബ്രീത്ത് എടുത്തതിന് ശേഷം ഈ പറയുന്ന സംഭവം നിങ്ങൾ അവിടെ ഒരു തൃക്കണ്ണുള്ളതായിട്ട് സങ്കല്പിക്കുക. ഈ 3-ാം കണ്ണിൽ പൂർണ്ണമായിട്ടും ശ്രദ്ധ കൊടുക്കുക. ശ്രദ്ധയാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്, വേറെ ഒന്നുമില്ല. ഇനി സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ പലരും പ്രൂവ് ചെയ്തിട്ടുള്ള കേസാണ്. ശ്രദ്ധ നമ്മളവിടെ കൊടുക്കുകയാണെങ്കിൽ ഈ തൃക്കണ്ണ് എന്നുണരുന്നോ വളരെ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്കറിയാൻ പറ്റും. പിന്നെ നമ്മളെ ഇങ്ങോട്ട് നോക്കിക്കോളും, നമ്മൾ അങ്ങോട്ട് നോക്കണ്ട. നമുക്ക് എന്ത് സംഭവം ഉണ്ടെങ്കിലും നമ്മളെ ഗൈഡ് ചെയ്യും. നമ്മുടെ ഒരു കോൺഷ്യസ് ലെവലിലേക്ക് പല ഇമേജസ് കൊണ്ടുവരും. നടക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ വരാൻ പോകുന്നതോ, നമ്മൾ അവിടെ പോകുമ്പോൾ സേഫാണോ ഇല്ലയോ, ചെറിയൊരു ഡാർക്ക് ഇമേജസോ അല്ലെങ്കിൽ ലൈറ്റ് ഇമേജസോ അല്ലെങ്കിൽ ചില വിഷ്വൽസൊക്കെ കൊണ്ടുവരും. അത് ചെയ്തവർക്കറിയാൻ പറ്റും.